So next topic is projectile motion. Okay, so a particle which is projected into space at an angle to horizontal is called projectile. Okay, നമ്മളിപ്പോൾ ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ സ്പേസിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു ട്രാജക്ടറി പാത്ത് ഇങ്ങനെ കവർ ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഒരു പാത്തിൽ കൂടി ആയിരിക്കും മൂവ് ചെയ്യുന്നത്. സോ ഇതിനെയാണ് നമ്മൾ പ്രൊജക്ടൈൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ വിത്ത് ആൻ സം ആംഗിൾ ടു ദി ഹൊറിസോണ്ടൽ. എ പാത്ത് ട്രേസ്ഡ് ബൈ ദി പ്രൊജക്ടൈൽ, ആ പാത്തിനെയാണ് ട്രാജക്ടറി പാത്ത് എന്ന് പറയുന്നത്. ആൻഡ് ആ വെലോസിറ്റിയെ നമ്മൾ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയും. ഓക്കെ, അതായത് എന്ത് വെലോസിറ്റി വെച്ചിട്ടാണ് അത് ത്രോ ചെയ്യുന്നത്, അതായത് ഇപ്പോൾ ഒരു പാർട്ടിക്കിൾ നമ്മൾ ത്രോ ചെയ്യുന്നത്, സോ അതിനെയാണ് വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ. അഗെയിൻ ദി ആംഗിൾ അറ്റ് വിച്ച് ദ പ്രൊജക്ടൈൽ ഈസ് പ്രൊജക്റ്റഡ്. ഓക്കെ, സോ ഒരു ഹൊറിസോണ്ടലിൽ നിന്ന് ഒരു ആംഗിൾ വെച്ചിട്ടായിരിക്കും പ്രൊജക്റ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് നോൺ ആസ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. ആൻഡ് ടൈം, ഓക്കെ, സോ ടൈം ഡ്യൂറിങ് വിച്ച് ദ പ്രൊജക്ടൈൽ ഈസ് ഇൻ മോഷൻ. അതായത് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ പ്രൊജക്ടൈൽ പ്രൊജക്റ്റ് ചെയ്തു. സോ പ്രൊജക്റ്റ് ചെയ്തിട്ട് ഇത് ഗ്രൗണ്ടിൽ എത്തുന്ന വരെയുള്ള ടൈമിനെയാണ്, ഓക്കെ, അതായത് ആ മോഷനിൽ പ്രൊജക്ടൈൽ ഇങ്ങനെ മോഷനിലുള്ള ആ ടൈമിനെയാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ദ ടൈം ഇൻ്റർവൽ അറ്റ് വിച്ച് പ്രൊജക്ടൈൽ ഈസ് പ്രൊജക്റ്റഡ് ആൻഡ് ഇറ്റ് ഹിറ്റ്സ് ദി ഗ്രൗണ്ട്. അഗെയിൻ റേഞ്ച് ആൻഡ് ഹൊറിസോണ്ടൽ റേഞ്ച്, രണ്ട് ഇതാണ്, റേഞ്ചും ഹൊറിസോണ്ടൽ റേഞ്ചും. ഓക്കെ, സോ റേഞ്ചിൻ്റെ ഡിഫറൻസ്, റേഞ്ച് ആൻഡ് ഹൊറിസോണ്ടൽ റേഞ്ച്, അതിൻ്റെ ബേസിക് ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, റേഞ്ച് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പ്രൊജക്ടൈൽ ഇവിടെ നിന്ന് ഈ ഒരു, ഓക്കെ, സോ എന്തെങ്കിലും ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തു. സോ പ്രൊജക്റ്റ് ചെയ്തിട്ട് ഇത് ഗ്രൗണ്ടിൽ വന്ന് ഹിറ്റ് ചെയ്യും. ഓക്കെ, സോ ഇവിടെ നിന്നുള്ള ഈ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, സോ ബിറ്റ്വീൻ ദ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ ആൻഡ് ദ പോയിന്റ് ഇറ്റ് ഹിറ്റ് ദി ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ സ്ട്രൈക്ക് ചെയ്ത പോയിന്റും അതുപോലെ തന്നെ പ്രൊജക്ഷൻ സ്റ്റാർട്ട് ചെയ്ത ആ പോയിന്റും, ഇതിൻ്റെ രണ്ടിനെയും ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അഗെയിൻ ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് വെച്ചാൽ ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ ആൻഡ് ദി പോയിന്റ് വെയർ ഹൊറിസോണ്ടൽ ലൈൻ ത്രൂ ദ പ്രൊജക്ഷൻ മീറ്റ്സ് ദി ട്രാജക്ടറി. ഓക്കെ, അതായത് ഇപ്പം ഇങ്ങനെ, ഓക്കെ, സോ ഇത് സപ്പോസ് ഇതാണ് ഗ്രൗണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഇഫ് ദിസ് ഈസ് ദി ഗ്രൗണ്ട്, ഇപ്പോൾ ഈ പ്രൊജക്ടൈൽ പ്രൊജക്റ്റ് ചെയ്യുന്ന ആ പോയിന്റ് ഓഫ് പ്രൊജക്ഷനും അതുപോലെ തന്നെ ഗ്രൗണ്ടും തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ പോയിന്റ്, ഈ ഒരു ഡിസ്റ്റൻസ് ബി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് റേഞ്ച്. ആൻഡ് ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് വെച്ചാൽ അതായത് ഈ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ്റെ ഹൊറിസോണ്ടലി, ഓക്കെ, പോയിന്റ് ഓഫ് പ്രൊജക്ഷനിൽ നിന്ന് നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈനായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ലൈൻ ട്രാജക്ടറി, ഇതാണ് ട്രാജക്ടറി, ആ പാത്ത്. ഓക്കെ, സോ ആ പാത്തിൽ മീറ്റ് ചെയ്യുന്ന ആ പോയിന്റ്, അതാണ് എ. ഓക്കെ, സോ അതുവരെയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ റേഞ്ച് ഈസ് ദി ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, അതായത് ആ പോയിന്റും ഗ്രൗണ്ടും തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. അഗെയിൻ ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ the point of projection and the point where horizontal line through the point of projection meets the trajectory. Okay, so point of projectionും അതുപോലെ തന്നെ ഇപ്പോൾ ഇങ്ങനെ ട്രാജക്ടറി ആണെന്ന് വിചാരിച്ചു. സോ പോയിന്റ് ഓഫ് പ്രൊജക്ഷനും ഈ പോയിന്റ് ഓഫ് പ്രൊജക്ഷനിൽ നമ്മളൊരു ഹൊറിസോണ്ടൽ വരച്ചാൽ ഈ ഹൊറിസോണ്ടൽ ഈ ട്രാജക്ടറി, ഈ പാത്തിൽ മീറ്റ് ചെയ്ത പോയിന്റ്. ഓക്കെ, സോ ഇതിൻ്റെ രണ്ടിൻ്റെയും തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് ഹൊറിസോണ്ടൽ റേഞ്ച്. വെറാസ് ഇത് ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുന്ന പോയിന്റും അതുപോലെ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് റേഞ്ച്. ഓക്കെ, സോ ദറ്റ് ഈസ് ദ ബേസിക് ഡിഫറൻസ്. ക്ലിയർ അല്ലേ? സോ ഹിയർ ഇതാണ് ട്രാജക്ടറി, അതായത് ഈ പാത്തിനെയാണ് നമ്മൾ ട്രാജക്ടറി എന്ന് പറയുന്നത്. അഗെയിൻ ദിസ് ഈസ് ദി ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ആൽഫ. ഓക്കെ, പിന്നെ ഒരു ഇനിഷ്യൽ വെലോസിറ്റി വെച്ചിട്ടായിരിക്കും നമ്മൾ, അതായത് ആ പാർട്ടിക്കിൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്, ദറ്റ് ഈസ് velocity of projection. Okay, then we have already discussed range and horizontal range. Okay, so ഈ ഒരു പോയിന്റിനെയാണ് പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? അഗെയിൻ മോഷൻ ഓഫ് എ പ്രൊജക്ടൈൽ വേർട്ടിക്കലി ഇൻ ടു സ്പേസ്. ഓക്കെ, അതായത് ഇപ്പോൾ ഇങ്ങനെയാണ് പ്രൊജക്ടൈൽ അല്ലേ. സപ്പോസ് നമ്മൾ ഈ ഒരു പാർട്ടിക്കിളിന് നേരെ വെർട്ടിക്കലായിട്ടാണ് പ്രൊജക്റ്റ് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, സോ വെർട്ടിക്കലായിട്ട് പ്രൊജക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, അതായത് ഈ ഒരു ആംഗിൾ, ഓക്കെ, വെർട്ടിക്കലായിട്ട് പ്രൊജക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ വരും. സോ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും, ആൽഫ വിൽ ബി ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ, സോ മോഷൻ ഓഫ് എ പ്രൊജക്ടൈൽ വെർട്ടിക്കലി ഇൻ ടു സ്പേസ്, ലെറ്റ് യു ബി ദി വെലോസിറ്റി ഓഫ് ദി പ്രൊജക്ടൈൽ. ഓക്കെ, ദെൻ ആംഗിൾ എത്രയായിരിക്കും, 90 ഡിഗ്രി. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്ന് വെച്ചാൽ
90 ഡിഗ്രി ആയിരിക്കും. സോ ഒരു യു വെലോസിറ്റി വെച്ചിട്ട് ഇങ്ങനെ ഒരു പാർട്ടിക്കിൾ നമ്മൾ നേരെ വേർട്ടിക്കലി പ്രൊജക്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, സോ ഇനിഷ്യൽ വെലോസിറ്റി യു ആണ്. ഇവിടെ എത്താൻ നേരത്ത് ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും? v which is equal to 0. ഓക്കെ, അഗെയിൻ ഇത് ഈ ഫൈനൽ വെലോസിറ്റി, അതായത് ഇത് റീച്ച് ചെയ്ത മാക്സിമം ഹൈറ്റ് ലെറ്റ് ദാറ്റ് ബി h മാക്സ്. ഓക്കെ, ആൻഡ് ഇവിടുത്തെ വെലോസിറ്റി 0. ആൻഡ് ഇതിൽ ഗ്രാവിറ്റി, ഓക്കെ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഏത് ഡയറക്ഷൻ ആയിരിക്കും? ഡൗൺവേർഡ്സ്. ഓക്കെ, സോ ഇവിടെ നമ്മളുടെ ഇക്വേഷൻ, സോ വെലോസിറ്റി ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ. ഇപ്പോൾ ഹൈറ്റ് തന്നിട്ടുണ്ട്, ഇവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി തന്നിട്ടുണ്ടെങ്കിൽ വെലോസിറ്റി, ഹൈറ്റ്, ഗ്രാവിറ്റി ഇത് മൂന്നും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഏതായിരുന്നു? v സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഓക്കെ, ഇവിടെ g, ഓക്കെ, സോ g വരുന്നതുകൊണ്ട് മൈനസ് ആണ് എടുക്കേണ്ടത്. ഓക്കെ, അതായത് ജിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് അല്ലേ. സോ ഹിയർ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ മൈനസ് 2as വരും, എക്ക് പകരം മൈനസ് ജി. ഓക്കെ, ആൻഡ് എച്ച് ഇസ് ഈക്വൽ ടു എച്ച് മാക്സ്. ഓക്കെ, സോ ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? എച്ച് മാക്സ് ആകുമ്പോൾ, അതായത് മാക്സിമം ഹൈറ്റിൽ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, സോ മാക്സിമം ഹൈറ്റിൽ ഈ ഒരു ടേം 0 ആയിപ്പോൾ. ഓക്കെ, so we get u square is equal to 2g h max. Sorry, u square is equal to 2g h max എന്ന് കിട്ടും. ഓക്കെ, സോ ഫ്രം ഹിയർ നമുക്ക് h max കണ്ടുപിടിക്കാമല്ലോ. ഓക്കെ, h max എന്ന് വെച്ചാൽ എന്താ? അത് മാക്സിമം ഹൈറ്റ്. സോ മാക്സിമം ഹൈറ്റിന് ഇക്വേഷനാണ് u സ്ക്വയർ ബൈ 2g. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുക, ക്വസ്റ്റ്യനിൽ വേർട്ടിക്കൽ ആയിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ 90 ഡിഗ്രി എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമ്മളുടെ മാക്സിമം ഹൈറ്റിനുള്ള ഇക്വേഷൻ ഇതായിരിക്കും, യു സ്ക്വയർ ബൈ 2g. ഓക്കെ, സോ ഈ ഇക്വേഷൻസ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. ആൻഡ് നെക്സ്റ്റ് ടൈമാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നമുക്ക് മാക്സിമം ഹൈറ്റ് അറിയാം. സോ മാക്സിമം ഹൈറ്റ് അറിയാമെങ്കിൽ ടൈമിനെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്താ? v ഈസ് ഈക്വൽ ടു യു പ്ലസ് at. ഓക്കെ, സോ ഇവിടെ g ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു ഡയറക്ഷനിലുള്ളതാണ് നോക്കുന്നത് ഇപ്പോൾ. സോ ഇറ്റ് ഈസ് ആക്സലറേഷൻ എന്തോട്ടോ? മൈനസ് ജി അല്ലേ. സോ മൈനസ് ജി ആൻഡ് സോ v ഈസ് ഈക്വൽ ടു യു മൈനസ് ജി ടി എന്ന് കിട്ടും. ഓക്കെ, ആൻഡ് ഇവിടെ നിന്ന് നമുക്ക് ടൈം, അതായത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള മാക്സിമം ഹൈറ്റ് റീച്ച് ചെയ്യാൻ എടുത്ത ടൈം കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെയും നമുക്കറിയാം v ഈസ് ഈക്വൽ ടു അറ്റ് ഹൈറ്റ് എച്ച് മാക്സിമത്തിൽ എന്തുവാ? v ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ആൻഡ് വി ഗെറ്റ് u ഈസ് ഈക്വൽ ടു ജി ടി. സോ ടി എന്ത് കിട്ടും? u ബൈ ജി എന്ന് കിട്ടും. ഓക്കെ, സോ ടി ഈസ് ഈക്വൽ ടു u ബൈ ജി. സോ ഈ ഇക്വേഷന് നിങ്ങൾ പഠിക്കേണ്ടതാണ്. ദറ്റ് ഈസ് ദ ടൈം ടേക്കൺ ടു റീച്ച് മാക്സിമം ഹൈറ്റ് ഈസ് ഈക്വൽ ടു u ബൈ ജി. ഓക്കെ, അഗെയിൻ ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ്, അതായത് ഈ ഒരു പ്രൊജക്റ്റൈൽ ടോട്ടലി പ്രൊജക്റ്റൈൽ ഫ്ലൈറ്റ് ചെയ്ത ടൈം, അതായത് പ്രൊജക്ഷൻ തുടങ്ങി അത് തിരിച്ച് ഗ്രൗണ്ടിൽ വന്ന് ഹിറ്റ് ചെയ്യാൻ എടുത്ത ടൈം എന്ന് വെച്ചാൽ എത്രയാണ്? 2t ആണ് അല്ലേ. അതായത് ഇങ്ങോട്ടും പോകും, അതുപോലെ തന്നെ തിരിച്ചും വരണം. സോ ഇങ്ങോട്ട് എടുത്ത് ഒരു ഡയറക്ഷനിൽ എടുത്ത ടൈം t ആണെങ്കിൽ നെക്സ്റ്റ് ഡയറക്ഷനിൽ എടുത്തതും t തന്നെ. സോ 2t എന്ന് വരും. ഓക്കെ, ദറ്റ് ഈസ് 2 ഇൻറ്റു u ബൈ ജി. സോ ദിസ് ഇസ് ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പോൾ ഈ രണ്ട് ടൈം ഓഫ് ഫ്ലൈറ്റും അതുപോലെ ടൈം ടേക്കൺ ടു റീച്ച് ദി മാക്സിമം ഹൈറ്റ്, ഓക്കെ, ഈ രണ്ടും ഡിഫറെൻ്റ് ആണ്. സോ അത് തമ്മിൽ കൺഫ്യൂസ് ആവരുത്. ഓക്കെ, സോ ക്ലിയർ അല്ലേ. സോ ഇതാണ് മോഷൻ ഓഫ് എ പ്രൊജക്ടൈൽ വെർട്ടിക്കലി ഇൻ ടു സ്പേസ്.